വൈരാഗ്യം തീർത്താണ്. ഇത് മാത്യു കുഴൽനാടനോടുള്ള വൈരാഗ്യം പിണറായി വിജയൻ തീർത്തതാണ്. പിണറായി വിജയൻ വൈരാഗ്യം തീർത്തതാണ്. മാത്യു കുഴൽനാടനെ അറിഞ്ഞ ആരെങ്കിലും ഇന്ന് കേരളത്തിലുണ്ടോ? നമ്മുടെ പിള്ളേരെ പ്രധാന പ്രവർത്തകരല്ലാത്തവരെ പോലും അതിക്രൂരമായിട്ട് മർദ്ദിച്ച് KSUവിന്റെ എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ 5 മിനിറ്റ് ആകുന്നതിന് മുൻപ് 4 സൈഡ് മൊത്തം ഒരു സർക്കിള്, ഒരു പത്മവ്യൂഹം തീർത്ത് KSU പ്രവർത്തകരെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് നിങ്ങൾ കണ്ടത്. എത്ര പത്മവ്യൂഹം തീർത്താലും അതിശക്തമായിട്ടുള്ള സമരങ്ങളായിട്ട് കേരളത്തിന്റെ 14 ജില്ലകളിൽ ഞങ്ങൾ ഉണ്ടാകും. വരുന്നതിനെ തടയുന്നതിന്റെ ആ വശത്താണ് സാധാരണ പോലീസ്. ഇത്തവണ വളഞ്ഞിക്കടിക്കുന്നതിന് വേണ്ടി പുറകുവശത്ത് പോലീസിനെ വിന്യസിച്ചു. അങ്ങനെ വന്നപ്പോൾ ജലപീരങ്കി അടിച്ചതിന് പിന്നാലെ പോലീസ് പുറകിൽ നിന്നും സത്യത്തിലെ KSU പ്രവർത്തകരുടെ ഭാഗത്ത് ഒരു പ്രകോപനം ബാരിക്കേഡ് പലകെറിയോ അല്ലെങ്കിൽ ഒരു കോലെറിയോ ഒന്നും ചെയ്തില്ല. അതിന് മുമ്പേ പോലീസ് ആസൂത്രിതമായി മർദ്ദിക്കുകയായിരുന്നു. മാത്രമല്ല പെൺകുട്ടികൾ നിൽക്കുന്ന വശത്തേക്ക് ഫോക്കസ് ചെയ്ത് ജലപീരങ്കി പ്രയോഗിക്കുകയും അവരെ നിലത്ത് വീഴ്ക്കുകയും അതിനുശേഷം പ്രവർത്തകരെ അടിച്ച് ചെതറിക്കുകയുമാണ് അവർ ചെയ്തത്. അങ്ങനെ വന്നപ്പോ ഒരു പ്രവർത്തകൻ വീണ് കിടക്കുന്ന ഒരു പ്രവർത്തകനെ 4-5 പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കടന്നു ചെന്നപ്പോഴാണ് എനിക്ക് ആ അടി എന്റെ മേത്തും കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അതിക്രൂരമായി നിരവധി പ്രവർത്തകരെ മർദ്ദിക്കുകയും തല പൊട്ടി 4 പേരുടെ തല പൊട്ടിയതായി ഞാൻ കണ്ടു. ഒരു വയലിൽ ചെവിയിൽ നിന്ന് ചോര ഒലിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അലോഷി അടക്കമുള്ളവരുടെ കൈക്ക് ഒടുമുണ്ടോ എന്ന് കൈയും കാലും ഒടിഞ്ഞ പ്രവർത്തകരുണ്ട്. അതിക്രൂരമായ മർദ്ദനമാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുകൊണ്ടൊന്നും തളരും എന്ന് പോലീസോ അല്ലെങ്കിൽ പിണറായി വിജയനോ വിചാരിക്കേണ്ട. ഒരു ലാത്തി ചാർജ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടി കൊണ്ടോ ഒന്നും ഞങ്ങളെ KSUവിനെയും കോൺഗ്രസിനെയും അങ്ങ് വീട്ടിൽ കയറ്റി കളയാമെന്ന് വിചാരിക്കേണ്ട. അതിശക്തമായ പോരാട്ടം ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളടക്കം അവരോടൊപ്പം നിൽക്കും. ഇവിടുത്തെ അവസാനത്തെ പ്രവർത്തകനെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുപോകാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. എത്ര പോലീസ് മർദ്ദനമുണ്ട്, എത്ര അടിയുണ്ട്, എത്ര അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും പിൻവാങ്ങുന്ന പ്രശ്നമില്ല. മാത്യു കുഴൽനാടൻ MLA അറിഞ്ഞൂടാ എന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ പോലീസിന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മാത്യു കുഴൽനാടൻ MLA വളഞ്ഞിട്ട് കരുതിക്കൂട്ടി മാത്യു കുഴൽനാടൻ MLA പോലീസ് അടിച്ചാണ്. പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ചാണ് KPCC തുടങ്ങിയപ്പോൾ KSU പ്രവർത്തകർക്കൊപ്പം MLA കടന്നു വന്നപ്പോൾ അത് ആ വിഷ്വൽ കണ്ടതിന് ശേഷമാണ്, നിങ്ങൾ മാധ്യമങ്ങളാണ് ലൈവ് കൊടുത്തത്, ആ വിഷ്വൽ കണ്ടതിന് ശേഷമാണ് വളഞ്ഞിട്ട് പോലീസ് MLA അടിക്കുന്നത്. കേരളത്തിന്റെ ഇതുപോലെ MLA അടിക്കാൻ അത് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ, പിണറായി വിജയന്റെ മാസപ്പടി വിഷയത്തിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിലാണ് പോലീസ് പെട്ടെന്നുള്ള ഒരു അടിയായിരുന്നു. അതിനിടയിലാണ് ഈ സംഘർഷത്തിനിടയിലാണ് മാത്യു കുഴൽനാടന്റെ കൈക്ക് പോലീസിന്റെ മർദ്ദനമേറ്റത്. മാത്യു കുഴൽനാടൻ മുഴുവൻ ആ പ്രവർത്തനമാണെങ്കിൽ ക്യാമറ